ഹായ് ഹലോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചൂര മീൻ കറി വയ്ക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ചൂര മീൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിലിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ വറുത്തെടുക്കണം. ആ പൊടി നല്ല മൂപ്പിച്ച് എടുക്കണം. അതായത് അറിയാമല്ലോ, എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ല ചുമന്ന കളറാകുന്ന വരെയും ചെറിയ തീയിലിട്ടിട്ട് ഈ പൊടി ഐറ്റംസിനെ അത്രയും നല്ല രീതിയിൽ വറുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കുക. ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചിരകി വെച്ച തേങ്ങ, ആവശ്യത്തിന് മീനിൻ്റെ ആവശ്യത്തിന് തേങ്ങയുടെ അരപ്പ് എത്ര വേണോ അത്രയും തേങ്ങ ചേർക്കുക. തേങ്ങയുടെ ഒപ്പം 2 കുഞ്ഞുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു തുണ്ട് പുളി എന്നിവ ചേർത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മിക്സ്, നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ച് തണുത്ത ആ മിക്സിനെ, ആ പൊടിയേയും കൂടെ ഇതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച ശേഷം നല്ല രീതിയിൽ മഷി പോലെ അരഞ്ഞ് കിട്ടുമെന്ന് എൻ്റെ അമ്മ പറയും. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുന്നവരെയും അരയ്ക്കുക. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയ മീനാണേ, അതിലോട്ട് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് ആ മിക്സിയിലിരിക്കുന്ന ബാക്കി അരപ്പിനെയും കൂടെ വെള്ളം ഒഴിച്ച് കലക്കി ഇതിലോട്ട് ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ചൂരമീനിന് ടേസ്റ്റ് കൂടാൻ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ മാങ്ങ, പച്ചമാങ്ങ ഇടും, തക്കാളി ഇടും അല്ലേ, പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ അതിടാറുണ്ട്. അപ്പോൾ ഇതിൽ പച്ചമുളകും അരിഞ്ഞു വെച്ച മാങ്ങയും ഒരു പകുതി തക്കാളിയും കൂടെ അതിലോട്ട് ചേർക്കുന്നു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നമ്മുടെ മീൻ ചട്ടി അടുപ്പിൽ വെച്ച് നല്ലോണം തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിള വരുന്നുണ്ട്. തിള വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് കുറേ നേരം ഇരുന്ന് വറ്റിക്കണം. അതായത് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളും ചൂരമീൻ മുഴുവനുണ്ട്, അപ്പോൾ മുള്ളും തലയും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ അതെല്ലാം നല്ല വറ്റി വരുന്നത് വരെയും വെച്ചിരിക്കുക. ഇപ്പോൾ അത് കുറേയധികം കുറുകി അറിയാൻ പറ്റും. സൈഡിൽ കൂടെയൊക്കെ എണ്ണ കണ്ടോ, എണ്ണ പടർന്ന് വരുന്നുണ്ട് വേറിട്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് കടുക് വറുക്കാം. ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിനാവശ്യത്തിന് കടുകിടുക. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും എന്തിടണം, നമ്മുടെ കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ സവോള എടുത്തരിഞ്ഞ് കുനുകുന അരിഞ്ഞ് വെച്ചിരുന്നു. സവോള ഇട്ട് നല്ലോണം മൂപ്പിക്കുക. അതിനുശേഷം ഒരു വലിയ വറ്റൽമുളകേ എടുത്തുള്ളൂ, ഉണക്കമുളകില്ലേ അതെടുത്ത് 2ആയിട്ട് പിച്ചി അതിലിട്ടു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ തയ്യാറായിട്ടിരിക്കുന്ന മീൻ കറി ഉണ്ടല്ലോ, ആ മീൻ കറിയിലോട്ട് ഇതിനെ അങ്ങോട്ട് പകർന്ന് കൊടുക്കണം, പകർന്ന് ഒഴിക്കണം. കടുക് വറുത്തതിന് മീൻ കറിയിലോട്ട് പകർന്ന് ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നല്ലോണം ഈ നമ്മുടെ എണ്ണയും കടുകൊക്കെ മൊത്തത്തിൽ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്